ആദ്യം മധുവിലേക്കാണ്. മധു, ഇപ്പോൾ കേരള സ്റ്റോറി 2 വരികയാണ്. ഏത് സമയത്താണ് വരുന്നതും എന്നതും പ്രധാനമാണല്ലോ. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്തിൽ കേരള സ്റ്റോറി 2വിൻ്റെ ട്രെയിലർ പുറത്തു വരുമ്പോൾ തന്നെ കേരളം ഒന്നാകെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും ഇവിടെ വേറിട്ട് നിൽക്കുന്ന BJP പ്രതികരണം നമ്മൾ കാണുകയാണ്. ഒരുമിച്ച് ബഹിഷ്കരിക്കേണ്ടതല്ലേ ഈ സിനിമയെ? തീർച്ചയായും ഇത് നമ്മുടെ കഥയല്ല എന്നതാണ് ഏറ്റവും പ്രാഥമികമായി പറയാനുള്ളത്. നമ്മുടെ കഥയല്ല, ഇത് നമ്മുടെ നാടിൻ്റെ കഥയുമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. അതായത് നമ്മുടെ നാടിനെക്കുറിച്ചുള്ള കഥ എന്ന നിലയ്ക്ക് നമ്മുടെ നാടിൻ്റെ പേരിട്ട് വിളിച്ചുകൊണ്ട് ഒരു പ്രൊപ്പഗാൻഡ തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് കാണാനുള്ളതല്ല. ഇത് തലയിലേക്കൊരു കാലത്തും ഒരു യുഗത്തിലും വെളിച്ചം കയറില്ല എന്നുറപ്പുള്ള വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പടച്ചു വിടുന്ന പ്രൊപ്പഗാൻഡ മാത്രം, നുണക്കഥകൾ ഉണ്ടുറങ്ങി കിടക്കുന്ന പരിവാര പ്രജകൾക്ക് തലയിലേക്കൊരു കാലത്തും കേരളത്തിൻ്റെ മഹനീയമായ സൗഹൃദ മാതൃക വെളിച്ചം ആയി കയറരുത് എന്ന നിർബന്ധ ബുദ്ധി കൊണ്ട് തീർക്കുന്ന പ്രതിരോധം എന്ന നിലയ്ക്ക് മാത്രമാണ് നമ്മളതിനെ കാണേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയേണ്ടത്. നോക്കൂ, നമ്മളൊരാൾക്കൂട്ടത്തിൽ നിൽക്കുന്നു, നമ്മളല്ലാതെ മറ്റു പലരവിടെയുണ്ട്. നമ്മളെ ഒരാൾ നമ്മുടേതല്ലാത്തൊരു പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമോ? ഇല്ല. സമാനമായ നിലയ്ക്ക് അവഗണിച്ച് കളയുക എന്നുള്ളത് മാത്രമാണ് ഈ കോലാഹലത്തോട് നമുക്കാകെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമാണിത്. നമ്മുടേതല്ല എന്ന ആത്മവിശ്വാസം നമുക്കുണ്ടാകുക, നമ്മുടേതല്ല എന്ന നിലയ്ക്ക് നമ്മളതിനെ അവഗണിക്കുക എന്ന് പറയുന്നത്. നോക്കൂ, നമ്മളെല്ലാവരും പഠിച്ചു വളർന്നൊരു കാലമുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അതുതന്നെയാണ്. നമ്മുടെ അടുത്തിരുന്ന് തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരി, അവരുടെ മതം, ജാതി എന്നത് ഏതെങ്കിലും ഒരു കാലത്ത് നമ്മളെ തൊട്ട് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അതിനപ്പുറത്ത് നമ്മൾ തിരയുന്നത് അവരുടെ അവളുടെ ചോറ്റുപാത്രത്തിലിരിക്കുന്ന വ്യത്യസ്തമായ രുചികളെക്കുറിച്ച് മാത്രമാണ് നമ്മളാകെ ചിന്തിച്ചിരുന്നത് എന്നുള്ളതാണ്. ആ കാലത്തു നിന്നാണ് തൊട്ടപ്പുറത്തിരുന്ന് പഠിക്കുന്ന കുട്ടിയുടെ മതം ഏതാണ്, ജാതി ഏതാണ് എന്ന് തീരുമാനിക്കേണ്ടി വരുന്ന ഒരു സിനിമ കാണാൻ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം തിയേറ്ററിലേക്ക് പോകുന്ന ഒരു കുഞ്ഞിന് മതത്തിൻ്റെ, ജാതിയുടെ, വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ ഇത്തരം സന്ദേശങ്ങൾ തലച്ചോറിലേക്ക് കുത്തിവെക്കാൻ പോകുന്ന പ്രൊപ്പഗാൻഡ സിനിമകൾ നിരന്തരം എന്നതുപോലെ നമ്മുടെ സമൂഹത്തിലേക്ക് അരിച്ചെത്താൻ ശ്രമിക്കുന്നത്. ഒരുമിച്ച് നിൽക്കുക, ഇതിനെതിരെ പ്രതിരോധിക്കുക, ഇതിനെ പോരാടി തോൽപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. നോക്കൂ, നമ്മൾ കലാലയങ്ങളിൽ, നമ്മുടെ കളിക്കളങ്ങളിൽ നമ്മൾ കൈപിടിച്ച് നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ എന്നതിനപ്പുറത്തേക്ക് ഒന്നൊന്ന് വിങ്ങിപ്പോയാൽ, ഒന്നൊന്ന് തോറ്റുപോകുന്നു എന്ന തോന്നലുണ്ടായാൽ, ഇവിടെ നമുക്ക് ചേർത്ത് പിടിക്കാൻ നമ്മുടെ തോളുണ്ട്, നമ്മുടെ കൈയുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഏത് ജാതിയെയും മതത്തെയുമാണ് കേരളത്തിൽ വളർന്നു വന്ന തലമുറ ഇത്രയും കാലം കണ്ടതും ചിന്തിച്ചതും പറഞ്ഞതും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് നമ്മുടെ പുതിയ തലമുറയിലേക്ക് നമ്മൾ തന്നെ പകർന്നു കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് മനുഷ്യത്വത്തിൽ, മാനവികതയിൽ ഊന്നി നിൽക്കുന്നതാണ് എന്നുള്ളത് നമ്മളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മളെ വിശ്വസിക്കുന്നത് പോലെ ഈ കേരളത്തിൻ്റെ അതിർത്തി കടന്ന് വരുന്ന ഒരു പ്രൊപ്പഗാൻഡിസ്റ്റിനെയും ആരും വിശ്വസിക്കില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വസിക്കില്ല എന്ന ഉറച്ച ബോധ്യം നമുക്ക് വേണം എന്നുള്ളതാണ്. ജാതി, മതം എന്നതിന് മനുഷ്യത്വത്തിനപ്പുറത്ത്, മാനവികതയ്ക്കപ്പുറത്ത് വില കൊടുക്കുന്ന ആളുകളെ നമുക്ക് സഹതാപത്തോടെ അല്ലാതെ നോക്കിക്കാണാൻ കഴിയില്ല എന്ന ഒരൊറ്റ കാര്യമാണിത് പറഞ്ഞു വെക്കുക. അവർക്ക് നമ്മളെ മനസ്സിലാവില്ല കേട്ടോ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് നമ്മളെ മനസ്സിലാവില്ല. അവരുടെ ചിന്തകൾ അങ്ങനെയാണ് രൂപീകരിച്ചിരിക്കുന്നത്, അവരുടെ രാഷ്ട്രീയം അങ്ങനെയാണ് രൂപീകരിച്ചിരിക്കുന്നത്, അവരുടെ തിരഞ്ഞെടുപ്പുകൾ അങ്ങനെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. അവർക്ക് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിനെയോ മനുഷ്യനെയോ മനസ്സിനെയോ മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 2023 ആദ്യത്തെ പതിപ്പ് വരികയാണ്. എന്തായിരുന്നു? പച്ച നുണയാണ്, ഉളുപ്പില്ലാത്ത നുണ കൊണ്ട് തുന്നിച്ചേർത്തിട്ടുള്ള വിദ്വേഷ പ്രചരണമായിരുന്നു. 32,000 കേരളത്തിലെ യുവതികൾ അല്ലേ ഈ ഇത്തരത്തിലുള്ള മതപരിവർത്തനത്തിന് വിധേയമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ട്രെയിലറിന് താഴെ യൂട്യൂബ് ബയോ വരുന്നത്. തിരുത്തപ്പെട്ടു. നിയമം വെല്ലുവിളിച്ചപ്പോൾ അത് തിരുത്തപ്പെട്ടു, 3 ചുരുങ്ങി. അപ്പോൾ എത്ര 10 മടങ്ങാണ് വിദ്വേഷ പ്രചാരണത്തിന് വേണ്ടി ചെലവഴിച്ചത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് പൊളിഞ്ഞു പോയ കഥയുമായിട്ടാണ് രണ്ടാമത് വീണ്ടും വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അപരമത വിദ്വേഷം വിയർക്കാതെ ഭക്ഷിച്ച് ജീവിക്കുക എന്ന് പറയുന്ന സൂത്രപ്പണിയാണിത്. ആ നിലയ്ക്ക് വയ്യാത്തവർ, ആ നിലയ്ക്ക് മനുഷ്യനെ ചെറുതായി കാണാൻ മാത്രം ശീലിച്ചവരുടെ ഒരു രീതി എന്ന നിലയ്ക്ക് മാത്രം നമ്മളതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ്. 2023 സുദീപ്ത സെൻ ഇതുമായി വരികയാണ്. ഇപ്പോൾ 2026 3 വർഷത്തിന് ശേഷം വരികയാണ് ഒരു കാമാഖ്യ നാരായൺ സിംഗ്. ഒന്നുമില്ല, ഒരൊറ്റ ഫാക്ടറിയുടെ, അതായത് ഒരു ക്രിയേറ്റിവിറ്റിയുടെ തുടർച്ച പോലുമല്ല ഇതിൻ്റെ ഈ നുണപ്രചാരണത്തിൻ്റെ, വിദ്വേഷ ഫാക്ടറിയുടെ പ്രചാരകർ എന്നതിനപ്പുറത്തേക്ക് അവരെ നമുക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ്. മുടിഞ്ഞ നുണ പറയാൻ വരുന്ന ആളുകൾ എന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് ഈ സിനിമ ഇതിന് ടാക്സ് ഇളവ് കൊടുത്ത സംസ്ഥാനങ്ങളുണ്ട് ഈ നാട്ടിൽ. UP ഉണ്ട്, ഹരിയാനയുണ്ട്, മധ്യപ്രദേശുണ്ട്. ടാക്സ് ഇളവ് എനിക്ക് തോന്നുന്നു ജാർഖണ്ഡ് കൂടി അത്തരത്തിൽ ചിന്തിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അത് ഉത്തരാഖണ്ഡാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. 3 സംസ്ഥാനങ്ങൾ ടാക്സ് ഇളവ് നൽകി. എന്തായിരുന്നു സന്ദേശം? എന്ത് മാനവികതയും എന്ത് മനുഷ്യത്വവും എന്ത് സന്ദേശവും പകർന്നതിൻ്റെ പേരിലാണ് ഒരു സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി ടാക്സ് ഇളവ് കൊടുക്കുന്നത്? ഒന്നുമില്ല, ഇപ്പുറത്ത് നിൽക്കുന്നത് കേരളമാണ് എന്നൊരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ടാണ്.
ഇതിന്റെ വിറ്റുവരവ് എന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കാണ്. 12 മുതൽ 15 കോടി വരെ മാത്രമാണ് ഇതിന്റെ ചിലവ് എന്ന് പറയുന്നത്. ആദ്യ പതിപ്പിന്റെ ചെലവ് എന്ന് പറയുന്നത് ഗ്ലോബലി 200 കോടിയാണ് റവന്യൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എളുപ്പമല്ലേ? അപ്പുറത്തിരിക്കുന്നവനെ കുറ്റം പറഞ്ഞാൽ മതി, വിദ്വേഷം പറഞ്ഞാൽ മതി, വെറുപ്പ് പറഞ്ഞാൽ മതി. 10 മടങ്ങാണ് ലാഭം എന്ന തിരിച്ചറിവിൽ നിന്ന് എനിക്ക് തോന്നുന്നു അവർക്ക് അവരുടെ പ്രത്യയശാസ്ത്രത്തോട് പോലും എന്തെങ്കിലും മമതയുണ്ടായിട്ടില്ല. ഈ വിദ്വേഷം വെറ്റുണ്ണുന്ന കാര്യം മാത്രമാണ് അവരെ പ്രചോദിപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഈ ബീഫിനെ കുറിച്ച്, ബീഫ് കഴിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള പ്രചാരണത്തിന് ഈ ട്രെയിലറിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ എത്ര പരിഹാസത്തോടെയാണ് നമ്മുടെ യുവതലമുറയടക്കം നേരിടുന്നത്. എങ്ങനെയാണ്, അതായത് അതിന് വീഡിയോ പുറത്തു വന്നിരുന്നു, കണ്ടിരുന്നോ? ഇല്ല, എനിക്ക് പൊറോട്ടയും കൂടി ഉണ്ടെങ്കിൽ ഈ ബീഫ് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്ന വീഡിയോ ആണ്. കേരളത്തിൽ ആരാണ് ഇപ്പം വളരെ ചുരുക്കം ആളുകളുടെ, അതിപ്പം വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാത്ത ആളുകളുണ്ടാവും, നോൺ വെജിറ്റേറിയൻ കഴിക്കാത്ത ആളുകളുണ്ടാവും, അങ്ങനെ ഉണ്ടാകും. അങ്ങനെ ചിലർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ശരി, ഇനി വിശ്വാസത്തിന്റെ പേരിലാണെങ്കിലും അത് മറ്റൊരാളെ ദ്രോഹിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടല്ലോ. ആ രീതിയിലുള്ള പടപ്പുകളാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഇനി ഈ കുറച്ചു മുമ്പ് BJPയുടെ കാര്യം മാഡം ചോദിച്ചല്ലോ. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ് ലവ് ജിഹാദ് ഒരു ഫിക്ഷൻ അല്ല, അത്തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന്. ഇന്ത്യൻ പാർലമെന്റിൽ 2020 ഹോം മിനിസ്റ്ററെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ലവ് ജിഹാദ് എന്ന ഒരു കാര്യത്തിന്റെ കീഴിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് BJP സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരിക്കെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ പാർലമെന്റിൽ പറഞ്ഞ നിലപാടിനെ തള്ളി പറയാൻ കഴിയുന്നതാണ് സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് മറ്റൊന്നും പറയാം. മുഖ്യമന്ത്രി എന്തിനാണത്ര അതിനെ കുറ്റം പറയുന്നത് എന്നുള്ളത്. നമ്മുടെ നാടിന്റെ പേരിൽ ഒരു പ്രൊപ്പഗാൻഡ പടച്ചുവിടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കേരളം ഒറ്റക്കെട്ടായി നിൽക്കും. അതിന് മുന്നിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഉണ്ടാകും. അതിനെ ആരാണ് ചോദ്യം ചെയ്യുക? സെൻസർ ബോർഡ് എന്ന് പറയുന്ന സംവിധാനം വാളെടുത്ത് എത്ര സിനിമകൾക്ക് കത്തിവെച്ചിട്ടുണ്ട്, കത്രിക കളഞ്ഞുപോയി എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അതെ, ഈ ബീഫിന്റെ പേരിൽ തന്നെ ഹാൾ സിനിമയിൽ ബീഫ് കഴിക്കുന്ന രംഗം വെട്ടിമാറ്റിയിരിക്കുന്നു. അതേ ബീഫാണ് ഇവിടെ കുത്തിക്കയറ്റി കൊടുക്കുന്നത്. വെട്ടണ്ട. അപ്പം ആ താല്പര്യം എത്രയാണ് എന്നത് നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട്. കേരളം പല ദുരന്തങ്ങളെ നേരിട്ടിട്ടുണ്ട് ഒറ്റക്കെട്ടായി. അത് സുനാമി വന്നപ്പോൾ നേരിട്ടിട്ടുണ്ട്, പ്രളയം വന്നപ്പോൾ നേരിട്ടിട്ടുണ്ട്, നിപ്പ വന്നപ്പോൾ നേരിട്ടിട്ടുണ്ട്, വയനാട് ദുരന്തം വന്നപ്പോൾ നേരിട്ടിട്ടുണ്ട്. എല്ലാം തികഞ്ഞതിൻ്റെ പേരിലല്ല, എല്ലാം തികഞ്ഞതിൻ്റെയും എല്ലാം ഉള്ളതിൻ്റെയും പേരിലല്ല. ഉള്ളതിൻ്റെ പകുതി മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ജാതിയും മതവും നോക്കാതെ നമ്മുടെ സഹജീവികൾക്കിടയിലേക്ക് ഇറങ്ങിപ്പോയത്. അതേ മനസ്സോടെ ഈ ദുരന്തത്തെയും നേരിടുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു വെക്കുന്നു. Meet the editors.